ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും ഒക്കെ തോല് കളഞ്ഞെടുക്കുക എന്നുള്ളത് വീട്ടമ്മമാർക്കുള്ള വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രത്യേകിച്ചും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാറോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കാൻ തോന്നുമ്പോഴൊക്കെ ഈ ഉള്ളിയുടെ തോല് കളയുക എന്നുള്ളത് വലിയൊരു പ്രയാസപ്പെട്ട പണി തന്നെയാണ്. എന്നാൽ ഈ ഒരു കുഞ്ഞു സൂത്രം അറിഞ്ഞിരുന്നാൽ എത്ര കിലോ വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ അല്ലെങ്കിൽ സവാളയോ വെറും 5 മിനിറ്റ് നേരം കൊണ്ട് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇത്രയും വെളുത്തുള്ളിയാണ് ഞാനിവിടെ തോല് കളയാനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഓരോ വെളുത്തുള്ളി കുടങ്ങളും നമുക്ക് കൈകൊണ്ട് ഈസി ആയിട്ട് തന്നെ വേർപെടുത്തിയെടുക്കാം. അതിനുവേണ്ടി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് ഓരോ അല്ലികളായിട്ട് വേർതിരിഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ കൈകൊണ്ടൊക്കെ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലില്ലേ, അതിൻ്റെ പിടികല്ല് കൊണ്ട് പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്താലും മതി. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് അല്ലികൾ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഞാനിവിടെ വെളുത്തുള്ളി എല്ലാം അല്ലികളായിട്ട് വേർതിരിച്ച് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഉതിർത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയിൽ നിന്നും ഏകദേശം 1/4 ഭാഗത്തോളം മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ. അറിയാലോ, വെളുത്തുള്ളിയുടെ തോല് കുറച്ച് കട്ടിയുള്ളതാണ്. അതൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതുമാത്രമല്ല, ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തോല് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാനും സാധിക്കും. ഇനി ഇത് ഏകദേശം 10 മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് നമ്മുടെ ചുവന്നുള്ളി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഉള്ളി തീയിലുണ്ടാക്കാനോ നോൺ വെജ് കറികൾക്കൊക്കെ ചുവന്നുള്ളി ആവശ്യമായിട്ട് വരുമ്പോഴോ ഒക്കെ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളമാണ് എടുത്തത്. എന്നാൽ ചുവന്നുള്ളി സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെറും പച്ചവെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഉള്ളിയുടെ ആ തോലൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി വെറും 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. വെറും 5 മിനിറ്റ് നേരമാണ് കേട്ടോ നമ്മൾ ഈ ചുവന്നുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. ഉള്ളിയുടെ തോലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ല കേട്ടോ. കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി കൊടുത്താൽ മാത്രം മതി. കൈകൊണ്ട് ഞെരടുമ്പോൾ തന്നെ ഉള്ളിത്തൊലിയൊക്കെ വിട്ടുപോകുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ഈ ഉള്ളിയുടെ 2 അറ്റവും മുറിച്ചിട്ടില്ല, മുറിക്കാതെയാണ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുന്നത്. അറ്റം മുറിക്കാത്ത ഉള്ളി ആയതുകൊണ്ടാണ് ഇത് 5 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കേണ്ടി വന്നത്. എന്നാൽ 2 അറ്റവും മുറിച്ച ഉള്ളിയാണെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അറ്റം മുറിച്ചതിന് ശേഷം നേരെ വെള്ളത്തിലേക്കിട്ട് കൈകൊണ്ട് ഞെരടി എടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ തോലെല്ലാം ഇളകിപ്പോകും. പെട്ടെന്നൊരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉള്ളിയുടെ അറ്റം മുറിച്ചതിന് ശേഷം ഇതുപോലെ തോല് കളഞ്ഞെടുക്കാം. വെറും 1 മിനിറ്റ് കൈകൊണ്ട് ഞെരടിയപ്പോഴേക്കും നമ്മുടെ ഉള്ളിയുടെ തോലെല്ലാം വിട്ടുപോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെറുക്കിയെടുക്കാം. ഈ ഒരു സൂത്രം ചെയ്താൽ എത്ര കിലോ ഉള്ളി വേണേലും നിമിഷ നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. 2-3 കിലോ ഉള്ളിയൊക്കെ ആണെങ്കിൽ വലിയ പാത്രത്തിലേക്ക് ഇട്ട് അത് നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം 2 കൈ കൊണ്ട് ഞെരടിയെടുത്താൽ മാത്രം മതി. നന്നായിട്ട് കഴുകിയെടുത്ത ഉള്ളി വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ മടക്കിയതോ അല്ലെങ്കിൽ കുറച്ച് കോട്ടൺ തുണി മടക്കിയതോ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ വെള്ളമൊക്കെ വാർന്നു പോയി ഡ്രൈ ആയ നമ്മുടെ ഉള്ളി ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഏകദേശം 2 ആഴ്ചയോളം ഒരു കേടും വരാതെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ എത്ര കിലോ സവാളയും നിമിഷ നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ചിലർക്കൊക്കെ അറിയാവുന്ന ടിപ്പായിരിക്കും ഇത്. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വെളുത്തുള്ളി സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റോളായി. ഇനി നമുക്ക് അതും കൂടി ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലികളെല്ലാം ഒന്ന് വിടിവിച്ചെടുക്കാം. അല്ലികളെല്ലാം ഫ്രീ ആക്കിയ ശേഷം നമുക്കിത് ചെറിയ ഉള്ളി ഞെരടിയതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി ക്ലീൻ ചെയ്തെടുക്കാം. കൈകൊണ്ട് ഞെരടിയപ്പോൾ വെളുത്തുള്ളിയുടെ തോലെല്ലാം ഈസി ആയിട്ട് വിട്ടുപോകുന്നത് കാണുന്നുണ്ടല്ലോ. വെറും 5 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രം മതി. എത്ര കിലോ വെളുത്തുള്ളിയും ഈസി ആയിട്ട് നമുക്ക് തോല് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, കത്തിയോ കത്രികയോ ഒന്നും തന്നെ ഇല്ലാതെ 1/4 കിലോ വെളുത്തുള്ളിയാണ് ഞാനിവിടെ വെറും 5 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്ത് എടുത്തത്. തോല് കളഞ്ഞ വെളുത്തുള്ളി പെറുക്കിയെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് വെള്ളം വാർത്തെടുക്കാം. നനവൊക്കെ നന്നായിട്ട് മാറിയ ശേഷം നമ്മൾ ആ ചുവന്നുള്ളി എടുത്ത് വെച്ചില്ലേ, അതുപോലെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള മറ്റൊരു ടിപ്പ് കൂടി ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ അടുത്തൊക്കെ കല്യാണ ആവശ്യങ്ങൾക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കുട്ടയാണ്. ഉൾഭാഗം നല്ല റഫായിട്ടുള്ള, അതായത് പരുപരുപ്പുള്ള കുട്ടയിലേക്ക്
നമ്മളെ കുതിർത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി തിരുമ്മി കൊടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ ഉള്ളി ക്ലീനായി കിട്ടും. ഇനിയിപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഉള്ളിയുടെ രണ്ടറ്റവും മുറിച്ചതിന് ശേഷം ഈ കുട്ടയിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉള്ളിയുടെ തോലൊക്കെ മാറിക്കിട്ടും. ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ തോല് കളയാനുള്ള മറ്റൊരു ടിപ്പ് കാണാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു അരിപ്പയാണ് കേട്ടോ. സ്റ്റീലിൻ്റെ അരിപ്പയോ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയോ ഏത് വേണേലും എടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഉള്ളിയാണ് നമ്മളിവിടെയും തൊലി കളയാനായിട്ട് എടുത്തിട്ടുള്ളത്. ഏകദേശം 5 മിനിറ്റോളം കുതിർത്തെടുത്ത ഉള്ളി നമ്മൾ എടുത്തു വച്ചേക്കുന്ന അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിടിയോളം ഉള്ളി അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്നും തന്നെ അതിൻ്റെ തോലൊക്കെ ഇളകി വരുന്നത് കണ്ടോ. നല്ല എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഉള്ളിയുടെ തോല് കളഞ്ഞെടുക്കാനായിട്ട്. കുറച്ച് മാത്രം ഉള്ളിയൊക്കെ വേണ്ടി വരുന്ന സമയത്ത് അരിപ്പ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉള്ളിയുടെ തോല് കളഞ്ഞെടുക്കാം. ഇതുപോലെ ഒരു അരിപ്പ ഉണ്ടെങ്കിൽ ചുവന്നുള്ളിയുടെ മാത്രമല്ല കേട്ടോ, വെളുത്തുള്ളിയുടെ തോലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കളഞ്ഞെടുക്കാം. വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം കൈകൊണ്ട് ഒന്ന് ഉരച്ചെടുത്താൽ മതി. അരിപ്പ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉള്ളിയുടെയൊക്കെ തോല് കളഞ്ഞെടുക്കുന്ന ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴുള്ള 3 ഐറ്റംസ് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 ഗ്ലാസ് ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 2 കോഫി പൗഡർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കോഫി പൗഡർ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. സാധാ കോഫി പൗഡർ കൊണ്ട് നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് കാപ്പിപ്പൊടി പാക്കറ്റ് 2 നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ലെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ. 2 പാക്കറ്റ് കോഫി പൗഡറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 2 പാക്കറ്റ് കോഫി പൗഡറിന് 3 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ഈ പഞ്ചസാരയും കോഫി പൗഡറൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. അതിനു വേണ്ടി നമുക്കിവിടെ ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ചായ അരിപ്പയാണ് കേട്ടോ. നമ്മുടെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും വെള്ളവും ചേർത്ത ഈ മിക്സിലേക്ക് അരിപ്പ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. 2 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇതിനിപ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. കണ്ടോ, വെറും 3 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയും വെള്ളവും അതുപോലെ തന്നെ കോഫി പൗഡർ ചേർന്ന് നല്ല ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈസി ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള പണിയെല്ലാം തീർന്നു. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ 2 ഗ്ലാസ് ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി 2 ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച പാലോ തിളപ്പിക്കാത്ത പാലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ പാൽ നന്നായിട്ടും തിളപ്പിച്ച് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കോഫി പൗഡർ ഷുഗർ മിക്സ് പാലിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുടിച്ചു നോക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.